Hey my dear friends, welcome to the sessions of the CA Intermediate Advanced Accounting. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് AS1 Disclosure of Accounting Policy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. ICAക്ക് വളരെ ഇഷ്ടപ്പെട്ട റിപ്പീറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ സ്കോറിംഗ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ ഞാൻ പറയും. യെസ്, സിമ്പിളായിട്ട് കോൺസെപ്റ്റ് വെച്ച് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രശാന്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഫിഫോ മെത്തേഡിലാണ് ഇതുവരെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി വാല്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത് വാല്യൂ ചെയ്യുമ്പം 1,63,000 രൂപ കിട്ടും. ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1,63,000 രൂപയാണ് നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് ഫിഫോ മെത്തേഡിൽ നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ കോസ്റ്റ് ആയിട്ട് കിട്ടിയത്. ഇനി അടുത്തതായിട്ട് കമ്പനി ഫിഫോ മെത്തേഡിൽ നിന്നിട്ട് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണെങ്കിൽ നമ്മുടെ ഇൻവെൻട്രിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,47,000 1,47,000 രൂപയായിരിക്കും വരുന്നത്. സാർ അതിനെന്ത് വേണം? അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ രണ്ട് മെത്തേഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 16,000 രൂപയാണ്. റൈറ്റ്. ഓക്കെ, ഈ 16,000 രൂപ എവിടെ ഇമ്പാക്ട് ചെയ്യും? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഇമ്പാക്ട് ചെയ്യും. നമ്മുടെ പ്രോഫിറ്റിനെ അത് ഇമ്പാക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പി ആൻഡ് എല്ലിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പം എക്സാമ്പിൾ വാല്യൂ ചെയ്യുക 1,63,000. യെസ്, ഇത് മാത്രമുള്ളെങ്കിൽ 1,63,000. ഇനി പ്രശ്നമാണ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 1,47 വരത്തുള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ 16,000 രൂപയുടെ വ്യത്യാസമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പുതിയ മെത്തേഡ്, പുതുതായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഇൻവെൻട്രി എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? നിങ്ങളുടെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും. ക്വസ്റ്റ്യൻ അത് ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് 1,97,000 രൂപയാണ്. എങ്ങനെ പോയാലും എങ്ങനെ നോക്കിയാലും 1,47,000 വേഴ്സസ് 1,95,000 വിച്ച് എവർ ഈസ് ലോവർ. 1,47,000 ലോവർ ആയിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ഇൻവെൻട്രിയുടെ വാല്യൂ ആയിട്ട് വാല്യുവേഷൻ ചെയ്തപ്പം ഇൻവെൻട്രിയുടെ വാല്യൂ വന്നത് 1,47,000 രൂപയാണ്. സാർ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഇവിടെ ഒരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി സംഭവിച്ചു. അതിൻ്റെ ഡിസ്ക്ലോഷറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യെസ്, അപ്പം ഇതൊരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്. അപ്പം ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ എഫക്റ്റ് ആണെങ്കിൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യെസ്, മുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് കറണ്ട് ഇയറിൽ മെറ്റീരിയൽ ആണെങ്കിൽ എമൗണ്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എമൗണ്ട് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഈ 16,000 രൂപയുടെ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം? ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. യെസ്, നമ്മൾ ഇതേ മുകളിൽ പറഞ്ഞ കഥയെല്ലാം നമ്മൾ എഴുതുക. യെസ്, ഏത് മാനറിലാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഇങ്ങനെ കഥയായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്, കറണ്ട് ഇയർ പ്രോഫിറ്റും നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടും എന്ത് വ്യത്യാസം വരും? 16,000 രൂപ വ്യത്യാസം വരും. ഇത്രയേ ഉള്ളൂ കഥ. സ്കോറിംഗ് ആയിരിക്കുമല്ലോ. ഈസി അല്ലേ? മനസ്സിലായോ? യെസ്.